ഹായ് സ്റ്റുഡൻസ്, വി ആർ ബാക്ക്. അപ്പം ഇന്നത്തെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എക്സാം എല്ലാവർക്കും നല്ലതുപോലെ എഴുതാൻ പറ്റിയെന്ന് തോന്നുന്നു. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ വാസ് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ, എല്ലാവർക്കും നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. കോമ്പോസിഷൻസ് ആയാലും ശരി, ലെറ്റർ, നോട്ടീസ്, ഇമെയിൽ, എവറിത്തിങ് വാസ് വെൽ. ആൻഡ് നമുക്കിപ്പം അതിൻ്റെ ഗ്രാമർ പോർഷൻസിലെ ആൻസേഴ്സ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ കോംപ്രിഹെൻഷൻ ക്വസ്റ്റിൻ്റെ ആൻസർ ഡിലാപ്പിലേറ്റഡ് മീൻസ് റെഫറിങ് ടു ആൻ ഓൾഡ് ആൻഡ് ഔട്ട്ഡേറ്റഡ് സംഭവം. ഓക്കെ, സോ ദാറ്റ് ആൻസർ വുഡ് ബി ഓൾഡ് ആൻഡ് റാങ്ക്ഡ്. ഓക്കെ, എലമെൻ്ററി മീൻസ് ബേസിക് എന്നാണ് അർത്ഥം. ഓക്കെ, സോ ഇറ്റ് ഇസ് പ്രൈമറി. നെക്സ്റ്റ് നമ്മളുടെ ഫില്ലപ്സ് ആണ്. ഫില്ലപ്പിൻ്റെ ആദ്യത്തെ ആൻസർ ഗ്ലൈഡഡ്, രണ്ടാമത്തത് ഹെൽഡ്, മൂന്നാമത്തത് സ്റ്റോപ്ഡ്, നാലാമത്തത് ടു റൺ, അഞ്ചാമത്തത് ഫ്രൈറ്റൻഡ്, ആറാമത്തത് വെൻറ്റ്, ഏഴാമത്തത് കെപ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഡിസപ്പിയർഡ്. ഓക്കെ, അതും അത്രയ്ക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല നമ്മളുടെ ടെൻസസ് ഒക്കെ. കാരണം നമുക്ക് ആ പാസേജ് ഓൾറെഡി ഒന്ന് ഓൾറൗണ്ട് ഒന്ന് വായിച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു ജനറൽ ടെൻസ് ഹിൻഡ് കിട്ടുന്നതാണ്. അതുകൊണ്ട് അത് കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ആൻഡ് ഐ തിങ്ക് എവ്രി വൺ ഹാസ് സ്കോർഡ് വെൽ ഇൻ ദാറ്റ് ടോപ്പിക്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ പ്രപ്പോസിഷൻസ്. ഒന്നാമത്തത് ഹി ആക്റ്റഡ് അക്കോർഡിംഗ് ടു മൈ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, അക്കോർഡിംഗ് ടു മൈ ഇൻസ്ട്രക്ഷൻസ് ആണ് കറക്റ്റ്. അടുത്ത് സ്കെയിൽഡ് അപ്പ് ദ വാൾ ബൈ മീൻസ് ഓഫ് എ റോപ്പ്. ബൈ മീൻസ് എന്ന് പറയുന്നൊരു ഫ്രേസൽ വെർബാണ്. അപ്പം മെജോറിറ്റിക്ക് അത് അറിയായിരിക്കും. സോ ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ ഇസ് ബൈ. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് പാഷൻ ഫോർ മ്യൂസിക് ആണ് കേട്ടോ. പാഷൻ ഫോർ മ്യൂസിക്. ഫാദർ പാറ്റഡ് ജയ് ഓൺ ഹിസ് ബാക്ക്. ഓക്കെ, പിന്നെ അടുത്തത് നമ്മൾ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരെണ്ണമാണ് സിൻസ് ആൻഡ് ഫോർ. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സ്പെസിഫിക് ടൈം പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് സിൻസ്. ഓക്കെ, പിന്നെ ദ നെക്സ്റ്റ് വൺ മെജോറിറ്റിക്കും ചിലപ്പോൾ തെറ്റി കാണും. ദേ വർക്ക്ഡ് ത്രൂ ദ നൈറ്റ് ആണ്. കാരണം ഇവിടെ ഒരു ഡ്യൂറേഷൻ പറയുന്നുണ്ട്. ആ രാത്രി മുഴുവൻ അവർ എന്ത് ചെയ്തു, പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. സോ ദ കറക്റ്റ് ആൻസർ വുഡ് ബി ത്രൂ. ത്രൂ ഔട്ട് എഴുതിയാലും കുഴപ്പമില്ല, ഓൾ എഴുതിയാലും കുഴപ്പം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. പക്ഷേ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസേഴ്സ് ത്രൂ ആണ് കേട്ടോ. ത്രൂ ആണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. ത്രൂ ഔട്ട് ദ നൈറ്റും ഓക്കെ അക്സെപ്റ്റ് ചെയ്യാം, ഓൾ ദ നൈറ്റും ഓക്കെ ആണെന്ന് തോന്നുന്നു. നമുക്ക് മാർക്കിംഗ് സ്കീം വരുമ്പോഴേ കൗൺസിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് ഹിൻഡ് കിട്ടുള്ളൂ. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് വാസ് ബിയോണ്ട് ഹെർ മീൻസ്. അതായത് അവളിന് കാറിൻ്റെ വില താങ്ങാൻ പറ്റാഞ്ഞത് കൊണ്ട് സോ ഇറ്റ് വാസ് ബിയോണ്ട് ഹെർ മീൻസ്. ഓക്കെ, അപ്പോൾ ബിയോണ്ട് ആണ്. പിന്നെ അടുത്തത് വാട്ട് ഹാസ് ഹാപ്പൻ ബിഫോർ ഹി വാസ് ബോൺ. അവൻ ജനിക്കുന്ന മുന്നേ ഉള്ള കാര്യം അവൻ അറിയത്തില്ല എന്നാണ് പറഞ്ഞത്. സോ ബിഫോർ ആണ് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രപ്പോസിഷൻ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ അടുത്തത് വിത്തൗട്ട് യൂസിങ് ആൻഡ് ബട്ട് ഓൾസോ ജോയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഹി പിക്ഡ് അപ്പ് ദ ബണ്ടിൽ ഹി വാക്ക്ഡ് അവേ. അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ പിക്കിംഗ് അപ്പ് ദ ബണ്ടിൽ ഹി വാക്ക്ഡ് അവേ എന്നാണ്. ഓക്കെ, അതാണ് കറക്റ്റ് ഓപ്ഷൻ, പിക്കിംഗ് അപ്പ് ദ ബണ്ടിൽ ഹി വാക്ക്ഡ് അവേ. ദ രവി ഈസ് നോട്ട് എ ടെക്നീഷ്യൻ, രവി ഈസ് നോട്ട് എ മ്യൂസീഷ്യൻ. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, രവി ഈസ് നീദർ എ ടെക്നീഷ്യൻ നോർ എ മ്യൂസീഷ്യൻ. ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് വി ലൈക്ക് ടാനിയ ബിക്കോസ് ഷീ ഈസ് എക്സ്ട്രീംലി പൊളൈറ്റ്. അവിടെ നമുക്ക് ഓപ്ഷൻ സിയും തെറ്റില്ല. പക്ഷേ അവിടെ നമ്മൾ ക്വസ്റ്റിനകത്ത് നോക്കുമ്പം അവിടെ വെയ്സ് എന്ന് പറയുന്ന ഒരു വാക്കില്ല. പക്ഷേ ഇവിടെ നോക്കുക, ക്വസ്റ്റ്യൻ ആൻസറിനകത്ത് അവർ എക്സ്ട്രാ ആയിട്ടൊരു വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ ഫോർ ഓപ്ഷൻ ഡി. അതായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ദി ആൻസർ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ഓപ്ഷൻ എ ആണ്. ദ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ടഡ് ഓൺ ടൈം, ഇറ്റ് വാസ് ഡിലേഡ് ഡ്യൂ ടു ദ ബാഡ് വെദർ. അവിടെ കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആണ് കാണിക്കുന്നത്. സോ ഇറ്റ് ഇസ് ഓൾദോ ദ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ടഡ് ഓൺ ടൈം, ഇറ്റ് വാസ് ഡിലേഡ് ഡ്യൂ ടു ദ ബാഡ് വെദർ. അതാണ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ട് അവിടെ വരുന്ന സെന്റൻസ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെന്റൻസസ്. അപ്പം ഒന്നാമത്തത് സമുദ്രഗുപ്ത വാസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ദ ഇന്ത്യൻ കിങ്സ്. ഓക്കെ, അപ്പം വെരി ഫ്യൂ കിങ്സ് വെർ ആസ് ഗ്രേറ്റസ്റ്റ് സമുദ്രഗുപ്ത എന്നാണ് പറഞ്ഞത്. വൺ ഓഫ് ദ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ വാസ് ദ ഗ്രേറ്റസ്റ്റ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പം സമുദ്രഗുപ്തയെ കൂടാതെ വേറെ അവിടെ നല്ല ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള കിങ്സ് ഉണ്ട്. സോ ഹി വാസ് വൺ ഓഫ് ദ കിങ്. ഓക്കെ, അതുകൊണ്ട് ആൻസർ ഇസ് ഓപ്ഷൻ സി, വെരി ഫ്യൂ ഇന്ത്യൻ കിങ്സ് വെർ ആസ് ഗ്രേറ്റസ്റ്റ് സമുദ്രഗുപ്ത ആണ് കറക്റ്റ് ഓപ്ഷൻ ആവുക. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് one should keep one's promises. അത് ഓപ്ഷൻ സി ആണ് കറക്റ്റ്. promises should be kept. Okay, he said I have passed examination, he said that he had passed the examination. അതാണ് കറക്റ്റ്. Okay, he finished his exercise and put his book away. അതിൻ്റെ ഓപ്ഷൻ സി ആണ്. having finished his exercises he put his book away. അതാണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് unless she practices every day she will not be able to meet her goals. അതിൻ്റെ ആൻസർ വരുന്നത് എ ആണ്. if she practices every day she will be able to meet her goals. എ ആണ് അവിടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരിക. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് Rashmi was so
late to hear the first speech. Okay, അവിടെ കറക്റ്റ് വരുന്നത് രശ്മി was so late that she could not hear the first speech. അത് ഓക്കെ, പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് അവിടെ could not വരണം, cannot ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, was ആയതുകൊണ്ട് was, could not ആണ് വരേണ്ടത്. സോ ഓപ്ഷൻ ഡി is correct. Okay, next one is there is a slight difference between the two shades. അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ്. the two shades are slightly different. അതാണ് അവിടെ കറക്റ്റ് ആയിട്ട് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് അതാണ്. ആൻഡ് the last one is option D. Okay, not only is Dr. Shetty a professor but also a research scientist. Okay, I hope നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാംസ് നല്ലപോലെ എഴുതാൻ പറ്റി, നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഡു കമൻറ്റ് യുവർ സ്കോർ, നിങ്ങൾക്ക് എത്ര കിട്ടിയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കുക. ആൻഡ് വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ ദ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പേപ്പർ. ഓക്കെ, താങ്ക് യു.